നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ജൂലൈ 22-ന് പുറത്തുവന്ന 11 പേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവാണെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. രോഗം ബാധിച്ച് മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കളുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പാലക്കാട് സ്വദേശികളായ രണ്ടുപേരുടെയും തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ടുപേരുടെയും പരിശോധനാ ഫലവും ഇതിൽ ഉൾപ്പെടും. നിലവിൽ 406 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 194 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർ 139 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 15 പേരാണ് വിവിധ ആശുപത്രികളിലായി അഡ്മിറ്റായി ചികിത്സ തേടുന്നത്. ഫലം നെഗറ്റീവ് ആവുകയും പനി അടക്കമുള്ള ലക്ഷണങ്ങൾ സുഖപ്പെടുകയും ചെയ്തവരെ ഡിസ്ചാർജ് ചെയ്യും. ഇവർ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഐസൊലേഷനിൽ തുടരണം. 2023-ൽ കണ്ടെത്തിയ നിപ വൈറസിന്റെ വകഭേദം തന്നെയാണ് ഇവിടെ നിന്നും കണ്ടെത്തിയ വൈറസും എന്ന കാര്യം തോന്നക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിലായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച 6642 വീടുകൾ സന്ദർശിച്ചു. പാണ്ടിക്കാട് 3702 വീടുകളും ആനക്കയത്ത് 2940 വീടുകളുമാണ് സന്ദർശിച്ചത്. പാണ്ടിക്കാട് 331 പനിക്കേസുകളും ആനക്കയത്ത് 108 പനിക്കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ പാണ്ടിക്കാട്ടെ 4 കേസുകൾ മാത്രമാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരുടെ സ്രവം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആകെ 7239 വീടുകളിലാണ് ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തിയത്. മരിച്ച കുട്ടിയുടെ ക്ലാസ് PTA ചേർന്നിരുന്നു. കുട്ടികൾക്ക് കൌൺസിലിംഗ് ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ സഹായത്തോടെ നൽകും. അധ്യാപകർക്കും സംശയ നിവാരണം നൽകും. വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി പൂനെ NIVയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ജില്ലയിലെത്തിയിട്ടുണ്ട്. നിപ ബാധിത മേഖലകൾ സന്ദർശിച്ച് ഇവർ വൈറസിന്റെ ജീനോമിക് സർവേ നടത്തും. സാമ്പിൾ ശേഖരിച്ച് പഠനം നടത്തുന്നതിനായി ഭോപ്പാലിൽ നിന്നുള്ള കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ വിദഗ്ധ സംഘവും ഇവിടെ എത്തും. വനം വകുപ്പിന്റെ സഹകരണത്തോടെ ഇവർ വവ്വാലുകൾക്കായി മാപ്പിംഗ് നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഐസൊലേഷൻ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കും. രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട MP, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. നിപയെ ഒറ്റക്കെട്ടായി നേരിടാനുള്ള സഹകരണവും പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ട്. നിപ സ്രവ പരിശോധനയ്ക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ മൊബൈൽ ലബോറട്ടറി ജൂലൈ 23-ന് പ്രവർത്തനം തുടങ്ങും. ലബോറട്ടറി സ്ഥാപിക്കുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വിദഗ്ധർ ജില്ലയിലെത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. മൊബൈൽ ലബോറട്ടറി വരുന്നതോടെ കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിപ പ്രോട്ടോകോൾ പാലിച്ചാണ് നടന്നത്. ഇതേ നിയന്ത്രണങ്ങളോടെ അടുത്ത ദിവസവും ജില്ലയിലെ അലോട്ട്മെന്റ് തുടരും. മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക തുടങ്ങിയവ കർശനമായി പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പോളിടെക്നിക് അലോട്ട്മെന്റും ഇപ്രകാരം നടത്തും. പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ പാടില്ല. ഇവിടങ്ങളിൽ മസ്റ്ററിംഗിന് സമയം നീട്ടി നൽകും. ജില്ലയിലെ മറ്റിടങ്ങളിൽ കർശനമായ നിപ പ്രോട്ടോകോൾ പാലിച്ച് മസ്റ്ററിംഗ് നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. വൈകിട്ട് ചേർന്ന അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായും ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ കുമാർ യാദവ്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ നേരിട്ടും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.